ഗായ്സ്, നമുക്കിന്നൊരു നോട്ട് പാഡ് ഉണ്ടാക്കിയാലോ. അപ്പോൾ ഈ നോട്ട് പാഡ് ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് സാധനങ്ങൾ മതി. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിന് വേണ്ടി വേണ്ടത്, ഞാൻ എടുക്കുന്നത് 3 A4 സൈസ് പേപ്പറാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര എടുക്കാം. ഒരു A4 സൈസ് പേപ്പറിൽ നമുക്ക് 4 എണ്ണം കിട്ടും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ഈ ഒരു A4 സൈസ് പേപ്പർ നമുക്ക് ഹാഫ് ആക്കാം. സൈഡിലേക്ക് കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് തന്നെ, അല്ലെങ്കിൽ നമുക്ക് ഇത് ഒട്ടിക്കുമ്പോൾ തെറ്റിപ്പോവും. അപ്പോൾ ഇതിപ്പോൾ ഹാഫായില്ലേ, ഇനി നമുക്ക് വീണ്ടും ഇതിനെ ഹാഫാക്കണം. ഇപ്പോൾ നമ്മൾ ഈ തുറന്ന് നോക്കുമ്പോൾ നമുക്ക് 4 പേജായിട്ട് കിട്ടും. അപ്പോൾ ഈ വര ഉണ്ടല്ലേ, ഇങ്ങനെ ഡിവൈഡ് ചെയ്യണം. അവിടെ വെച്ച് നമ്മൾ ഇത് കട്ട് ചെയ്യണം 4 പീസായിട്ട്. അപ്പോൾ നമുക്ക് നോക്കിയേ, ഇങ്ങനത്തെ കുറച്ച് പേജസ് കിട്ടും. ഞാൻ എടുത്തേക്കണ 3 A4 സൈസ് പേപ്പറാണ്. അപ്പോൾ അതിൽ നിന്ന് 12 പീസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ 12 പീസ് ഇനി എന്താ ചെയ്യണ്ടേ, ഇത് ഒട്ടിക്കണം. അപ്പോൾ ഒട്ടിക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യണ്ടേ, ഗ്ലൂ വേണം. എന്നാൽ സ്റ്റാപ്ലർ വേണമെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ ചെയ്യാവുന്നതാണ്, പക്ഷേ ഞാൻ ഇവിടെ ഗ്ലൂ ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് പ്ലേസിൽ വെച്ച് ഗ്ലൂ ഇതാവാൻ വേണ്ടി ഇത് എക്സെപ്ഷണലാണ്. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനത്തെ 2 ക്ലിപ്പ് ഉപയോഗിക്കാം. ഇത് നിങ്ങൾ സ്റ്റേഷനറി കടയിൽ പോയി കഴിഞ്ഞാൽ കിട്ടാവുന്നതാണ്. ഇതിങ്ങനെ കവറൊക്കെ ഇങ്ങനെ പൊട്ടിയിരിക്കുകയാണെങ്കിൽ അത് ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെക്കാനായിരിക്കും നല്ലൊരു ക്ലിപ്പാണ്. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് പേപ്പറില്ലേ, അപ്പോൾ ആ പേപ്പർ ഒന്ന് അലൈൻ ചെയ്ത് വെക്കുകയാണ്. കറക്റ്റായിട്ടുണ്ട്. ഇപ്പോൾ ഈ പേപ്പർ ഇനി നമുക്ക് ഇങ്ങനത്തെ ക്ലിപ്പ് ഉണ്ട്, ഈ ക്ലിപ്പ് ഇനി നേരെ ആക്കാനുള്ളതാണ്. നേരെ ആക്കണം കേട്ടോ. കിട്ടിയിട്ട് ഇങ്ങനത്തെ ക്ലിപ്പ് നമ്മൾ ഈ സൈഡില്ലേ, ഈ സൈഡുണ്ട് കാണിച്ചു തരാം. ജസ്റ്റ് ഇതിങ്ങനെ ഉണ്ട്. അപ്പോൾ ഇത് ഈ സൈഡായിട്ട് ഇങ്ങനെ ഓക്കെ സൈഡിൽ വെച്ച് ഇങ്ങനെ ചെയ്താൽ മതി. ഇനി അടുത്ത ക്ലിപ്പ് ഇതിൻ്റെ അതേ സൈഡിൽ ഇങ്ങനെ വെച്ച് കൊടുത്താൽ നമുക്ക് മുകളിൽ ഗ്ലൂ വെച്ച് വരുമ്പോൾ ഇതിങ്ങനെ പറന്നു പോകുക, അങ്ങനത്തെ പ്രശ്നമില്ല. ഉണങ്ങണ വരെ ഇങ്ങനെ നിന്നോളും. അപ്പോൾ നമുക്ക് ഇത് വിളിക്കാം. പിന്നെ ഞാൻ ഇവിടെ എടുത്തേക്കുന്ന ഫെവിക്കോളിൻ്റെ തന്നെ ഒരു ഗ്ലൂ ആണ്. നമുക്കിത് ഒന്ന് തേച്ച് കൊടുക്കാം. നൈസായിട്ടൊന്ന് തേച്ച് കൊടുക്കാം. ഓക്കെ, നമുക്ക് ബ്രഷ് വെച്ച് ഒന്ന് ഇത് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കൈ വെച്ച് ചെയ്താൽ മതി. ഓക്കെ, ഇച്ചിരി കൂടെ ഗ്ലൂ വേണം. കറക്റ്റായിട്ട് നോക്കി വെക്കാനാണ് ഈ ഗ്ലൂ ഇങ്ങനെ ചെയ്യണേ. ഇച്ചിരി ഗ്ലൂ വേണം. അപ്പോൾ വീണ്ടും അതിൻ്റെ അകത്തോട്ട് നന്നായിട്ടൊന്ന്, അകത്തോട്ട് വേണ്ട, ഇച്ചിരി ഇതായിട്ട് വെക്കാൻ വേണ്ടി ഗ്ലൂ വേണം. ഈ ഗ്ലൂ ഇങ്ങനെ അത്യാവശ്യം തേച്ച് കൊടുക്കണം കേട്ടോ. അതായത് മറ്റേ ഈ തിന്ന് ലെയറിലാണ് നിൽക്കണേ. അപ്പോൾ മൊത്തം ഒന്ന് പൊട്ടിപ്പോയിരിക്കാൻ വേണ്ടി, ഇങ്ങനെ വിട്ട് പോരാതിരിക്കാൻ വേണ്ടി അത്യാവശ്യം വിട്ട് പോകണം. പക്ഷേ ഇങ്ങനെ നമ്മൾ തുളത്തേക്ക് വിട്ട് പോയിരുന്ന ഇതില്ല. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഒന്ന് ഗ്ലൂക്കെ ഒന്ന് തേച്ച് കൊടുക്കാം. സൈഡിലേക്ക് ഇങ്ങനെ തേച്ച് കൊടുക്കണം. നമുക്കാണെങ്കിൽ ബ്രഷ് വെച്ചും ചെയ്യാം കേട്ടോ. ബ്രഷ് വെച്ച് ചെയ്തെങ്കിൽ ഇച്ചിരി പെട്ടെന്ന് ചെയ്യാൻ പറ്റും. കൈ വെച്ച് ഓരോ മൂലയ്ക്ക് ചെയ്യണമെന്ന് അടുത്ത സമയം എടുക്കണം. ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് തേച്ച് ഇനി ഉണങ്ങാൻ വേണ്ടി വയ്ക്കാമേ. അപ്പോൾ ഗൈസ്, നമുക്ക് ഇത് ഉണങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് പിടിച്ചിട്ടുണ്ട്, കുഴപ്പമില്ല. അപ്പോൾ ഇതിങ്ങനെ കിട്ടിയില്ല. ഇനി നമുക്ക് ഇതിന് ഡിസൈൻ വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത് യെല്ലോ കളറുള്ള ഡിസൈനാണ്. അപ്പോൾ നമുക്കിത് ഒന്ന് ഇത് ചെയ്ത് നോക്കാം, കളർ ചെയ്യാം. അപ്പോൾ കളർ ചെയ്ത് നോക്കാം. ഞാൻ കളർ ചെയ്യാം.
കൗ ഡിസൈനില്ല, അപ്പം അങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കാനാണ് നമ്മൾ നോക്കണേ. നമുക്കത് ചെയ്ത് നോക്കണം. പിച്ചു അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒന്ന് കളർ ചെയ്തിട്ടുണ്ട്. മറ്റേ ക്യാമറയുടെ സ്കെച്ച് പെൻ വെച്ചാണ് ചെയ്തേക്കണേ. എനിക്ക് ഈ സ്കെച്ച് പെൻ ഒരുപാട് ഇഷ്ടമാണ്. ഡോംസിനൊക്കെ എനിക്ക് ഒരുപാട് യൂസ് ചെയ്തിട്ടുള്ള ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഇത് വെച്ചേക്കുവാണ്. അപ്പോൾ നമുക്കിത് വെച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ അടച്ചേക്കുവാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ഇതൊക്കെയുണ്ട്, അത്യാവശ്യം നല്ല ഇതായിട്ട്. അപ്പോൾ ഇതിന് വേണ്ടി നമുക്കൊരു കാർഡ്ബോർഡ് പോലത്തെ സംഭവം വേണം. കാർഡ്ബോർഡ് പോലത്തെ അതിൻ്റെ മുകളിൽ വെക്കാൻ വേണ്ടി. അപ്പോൾ നമുക്കത് എൻ്റെ ഒരു കാർഡ്ബോർഡ് ഇപ്പോൾ ഇല്ല. അപ്പോൾ അതിന് പകരം നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ A4 പേപ്പർ എടുത്തിട്ട് അത് രണ്ട് മൂന്ന് ഇതായിട്ട് പ്രാവശ്യമായിട്ട് ചെയ്തിട്ട് അത് കട്ട് ചെയ്തെടുക്കുവാണെങ്കിൽ ആ ഒരു വിത്ത് കിട്ടും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ വിചാരിച്ചിരിക്കണം. അപ്പോൾ നമുക്ക് A4 പേപ്പർ ഇട്ട് കട്ട് ചെയ്ത് നോക്കാം. കട്ട് ചെയ്തിട്ട് അതിനൊരു ഹെഡിങ് പോലെ ഉണ്ടാക്കാം. ടു ഡു ലിസ്റ്റിന് എഴുതാൻ, അല്ലെങ്കിൽ നോട്ട് പാഡിൽ എഴുതാം. നമുക്ക് ഗ്ലൂ വേണം. അപ്പോൾ ഇപ്പോൾ 2 തരത്തിലാണ് ഇരിക്കണം. അപ്പോൾ നമുക്കിതൊന്ന് ഒട്ടിച്ച് നോക്കാം. അതിൻ്റെ മുകളിൽ ഇങ്ങനെ കൊടുത്തിട്ട് ഇങ്ങനെ ഒട്ടിക്കാം. അപ്പോൾ അത്യാവശ്യം തിക്നെസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിലാണ് നമ്മൾ എഴുതാൻ പോകണം. ടു ഡു ലിസ്റ്റിലേക്ക്. അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ ചെയ്യണം. നമുക്ക് ഇങ്ങനെ ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഇത് കറക്റ്റ് സൈസ് ഉണ്ടാക്കണം. അപ്പോൾ ഇത് വെട്ടണം. ഇത് വെട്ടാം. അല്ലെങ്കിൽ നമുക്കിത് പുറകെ ഉണ്ടോ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചാലും മതി. ഇൻസ്റ്റാൾ ചെയ്യാം. നോക്കാം. നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഇങ്ങനെ പുറത്തുനിന്ന് ടു ഡു ലിസ്റ്റിന് അല്ലെങ്കിൽ നോട്ട് പാഡിന് എഴുതിയിട്ട് ഇങ്ങനെ വരാം. ഓക്കെ, അതിന് നമ്മുടെ പേരോ അല്ലെങ്കിൽ എന്തെങ്കിലും പോയിന്റ്സോ അങ്ങനെയൊക്കെ നമുക്ക് ഇവിടെ ഹെഡിങ് എഴുതി കൊടുക്കാം. അപ്പോൾ അതിന് മുമ്പ് നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. കറക്റ്റ് സൈസാണോ ഇത് കട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാമേ. അപ്പോൾ ഇങ്ങനെയാണ് കാർഡ് സൈസ് എടുക്കുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പുറത്ത് എഴുതിയിട്ട് ഒട്ടിക്കാം. അപ്പോൾ അതായിരിക്കും ചെയ്യാൻ ഈസി എന്ന് തോന്നുന്നു. അപ്പോൾ എഴുതിയിട്ട് ഒട്ടിക്കാൻ വേണ്ടി നമുക്ക് പേന അല്ലെങ്കിൽ സ്കെച്ച് എടുക്കാം. നമുക്കിവിടെ എഴുതി കൊടുക്കാം. അപ്പം ഞാൻ ബ്ലാക്ക് കളർ സ്കെച്ച് എടുക്കാം.
ലിസ്റ്റ് എഴുതിയിട്ടുണ്ട്. ഇവിടെ എഴുതിയിട്ട് എന്തോ ഒരു ഇതുപോലെ തോന്നുന്നു. അപ്പോൾ നമുക്കത് പേന വെച്ച് ചെയ്താൽ, അപ്പോൾ നമുക്ക് പേന ഒന്ന് എടുത്തിട്ട് വരാമേ. അപ്പോൾ നമുക്ക് പേന എഴുതണം. അപ്പോൾ പേനയിൽ എഴുതി വെക്കും, ടു ഡു ലിസ്റ്റിന് എഴുതി വെക്കും. പിന്നെ നോട്ട് പാഡിന് ആണെങ്കിൽ എന്താ വെച്ചാൽ ഞാൻ ടു ഡു ലിസ്റ്റിന് ചുമ്മാ എഴുതി കേട്ടോ, നമുക്ക് ഇഷ്ടമുള്ള എഴുതാമേ. ടു ഡു ലിസ്റ്റ് അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, അവിടെ ഇരിക്കട്ടെ. അവിടെ ഇച്ചിരി ഉണങ്ങാണ്ട്, അപ്പോൾ അതിപ്പോൾ ഒട്ടിച്ച് ശരിയാവില്ല. അപ്പോൾ നമുക്ക് അതിന് പകരം അത് ചെയ്യാം. അപ്പോൾ നമുക്ക് അതിന് പകരം ഈ ഒരു വാഷി ടേപ്പിലില്ലേ, ഈ ഒരു വാഷി ടേപ്പ് നമുക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം, അതിൻ്റെ ഒരു ബോർഡറായിട്ട്. ഇനി ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടേ. അപ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചു കൊടുക്കാം. നല്ല രസമാണ്, ക്യൂട്ടാകാൻ വേണ്ടി നമുക്ക് കവായി സ്റ്റിക്കേഴ്സാണ് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ നമുക്ക് എടുക്കാം കുറച്ച് സ്റ്റിക്കേഴ്സ് അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് എടുക്കണം, ഈ ഷീറ്റാണ് ഇപ്പോൾ എടുക്കണം. അപ്പോൾ നമുക്ക് എടുക്കണം ഈ ഒരു ഗേളിനെയും പിന്നെ നമുക്ക് ഈ ബെയർ കണ്ടില്ലേ, ഈ രണ്ട് എഗ്ഗും പിന്നെ ഈ രണ്ട് എഗ്ഗും പിന്നെ ഈ ബെയർ നമുക്ക് എടുക്കാം. ഒട്ടിച്ചു കൊടുക്കാം. ഒടിച്ചപ്പോൾ നമുക്ക് ഇങ്ങനെ വന്നിട്ടുണ്ട്. അത്യാവശ്യം ക്യൂട്ടായിട്ടുണ്ട് എന്ന് തോന്നുന്നു, അത്യാവശ്യം ക്യൂട്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ പറിച്ച് കഴിഞ്ഞാൽ പറഞ്ഞു വരും. ഇതാണ് അവിടെ ഫൈനൽ ഔട്ട്പുട്ട് കിട്ടിയേക്കണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിരിക്കും. ബൈ ബൈ.